ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല ലൈനറാണ്, കമ്പനി ലൈനർ തന്നെ കിടക്കണം. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ നോക്കുമ്പോൾ ടയർ ഏറെക്കുറെ ഒരു 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് സാപ്പർ മോഡലൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒന്നുമല്ല സാപ്പർ അല്ലെങ്കിൽ നൈലോ ഗ്രിപ്പ് യൂസ് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഹബിനൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്കൊന്ന് ഉരച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. പറയത്തൊക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് പൊല്യൂഷനൊക്കെ എടുക്കാനുള്ളതാണ്, എന്നാൽ പോലും വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് ശരിക്കും നല്ല ഡിസൈൻ പാറ്റേൺ വന്നത്. ഇതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് ഈ മോഡൽ ഗുണം ചെയ്യും. അത് സാപ്പർ മോഡലെന്ന് അതിന് പറയാം ഈ ഡിസൈന്. അത് കമ്പനി ഇപ്പോൾ ഏത് യൂസ് ചെയ്താലും, ഇപ്പോൾ MRF CAT അപ്പോൾ ഏതൊക്കെ എടുത്താലും നമുക്ക് ത്രെഡ് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. അത്യാവശ്യം ഉണ്ട്, പാഡൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടിയും കൂട്ടത്തിലൊന്ന് അഴിച്ച് റീസെറ്റ് ആക്കുന്നുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 12.80 റേഞ്ചിൽ അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വാല്യൂസായിട്ട് കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2023 ബാറ്ററി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വർഷം ബാറ്ററി വാറണ്ടിയൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകണമെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്ലൂയിഡ് ലെവൽ കാര്യങ്ങൾ, ബ്രേക്ക് സ്വിച്ച്, ലൈറ്റ് ഐറ്റംസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട്. നമ്മളതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.